ഗൈസ് അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് നൂൽപുട്ടാണ്. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവൊക്കെ കുഴച്ച് ഞാൻ ഇതിൽ നിറച്ചു കേട്ടോ. ഇതിൽ നിറച്ചത് ഷാജിയാണ് നിറച്ചത്. അതിനുശേഷം ഷാജി എന്തെങ്കിലും ആരോ വിളിച്ചപ്പോൾ പോയതാണ്. അപ്പോൾ അതൊക്കെ ഇന്ന് നമ്മളെ നൂൽപുട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഉണ്ടല്ലോ അത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അടിച്ചമർത്തി പോവാ കേട്ടോ. അപ്പോൾ 3 ദിവസം നമ്മൾ പത്തിരിയായി. അപ്പോൾ ഇന്ന് നൂൽപുട്ട് നമുക്ക് ആക്കിയേക്കാണ്. വട്ടം കറക്കണം സിമ്പിളിന് ഒന്ന് സിമ്പിളാക്കി തരും. അങ്ങനെ മറിയതല്ലേ ഇങ്ങോട്ട് അങ്ങനെ ഇതിന്റെ മുകളിലേക്ക് ഇതിന്റെ അടപ്പെടുത്തു ഇങ്ങനെ 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 ഒപ്പം കൊണ്ട് അങ്ങനെ പഠിച്ചു അങ്ങനെ 3 എണ്ണം അങ്ങനെ മതി. അതിൽ 4 എണ്ണം കൊള്ളാം. ഇങ്ങനെ ആക്കി വെക്കാല്ലേ. ഞാനെന്താ പറയുന്നറിയോ നമ്മളെ ഷാജിയെ ഇതല്ല ഇതിപ്പോ നമ്മള് ഇടിയൊക്കെ ഉണ്ടാക്കുന്ന തട്ടാണ്. നമ്മളെ തട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എവിടെ വെച്ചത് നോക്കി തന്നെ വേണം. കുറെ തെരഞ്ഞു കിട്ടണം. അത് തെരയണം. പക്ഷെ അത് നമ്മളെ ഈ ഇതിലാണ് എവിടെ വെച്ച പറ്റിയത് കറക്കി ഏതോ വെച്ചത് ഇടിലിന്റെ തട്ടാണ് നൂൽപുട്ടിന്റെ തട്ട്. അത്ര മതി. അങ്ങനെ ഇതിന്റെ മുകളിലേക്ക് ഇതിന്റെ അടപ്പെടുത്തു. എന്താ പറയാ അതിലൊരു 4-5 വെള്ളം നിരക്കാനില്ലേ. ലൈം ജ്യൂസ് നല്ലേ. ലൈം ജ്യൂസ് ഇല്ല. അടക്കപ്പാഴത്തിന്റെ ജ്യൂസ് വേണം. വേണ്ട ഉണ്ട്. അത് ഞാൻ കുറച്ച് മധുരം ഇട്ടു. നാരങ്ങളത്തിന് കൂടത് നാരങ്ങ മറ്റേ കൂടുതലാണ്. പക്ഷെ അതാണ് മായലാത്ത സാധനമാണ്. ഡെയിലട്ടങ്ങള് വലിയ ഉപ്പിയാക്കിക്കൊണ്ടേ നാരഞ്ഞ കുറച്ച് സുക്കമായിരുന്നു കേടലും കുക്കറിൽ തട്ടിയില്ലെങ്കിൽ കേടരുത്. ചൂടുകാരാണത്. വലിയ ഉപ്പിക്കാക്കിക്കാണ്ട് ചപ്പാത്തിക്ക് നമ്മളെ ഇനി ഗോതമ്പില്ലേ, ഗോതമ്പ് കൊണ്ട് ഒരു നല്ല അടിപൊളി പൂരി ഉണ്ടാക്കുക. ഗോതമ്പ് പൂരി ഉണ്ടാക്കുക. ഇത് പുറത്ത് കണ്ടിന്യൂ അല്ലേ. ഇത് പൂരി ചപ്പാത്തി പൂരി ഉണ്ടാക്കാം. പപ്പടം കറുമുറല്ല, ക്രിപ്സി അല്ല, ഞാൻ പറയുന്നത്. അവിടെ ഓള് അതെന്താണ്ടാക്കടി അടക്കപ്പാഴ ജ്യൂസ്. അവളാണ് ഇന്ന് അടക്കപ്പാഴ ജ്യൂസും പിന്നെ അതേപോലെ എന്തെന്നറിയോ വത്തക്കല്ലേ, വത്തക്ക വെള്ളം ഉണ്ടാക്കി ലൈം ജ്യൂസ് ഒഴിക്കുക. ചിക്കൻ വെള്ളത്തിലിട്ട് കഴുകി വെച്ചതാ ഞാൻ. അതെ അത് എന്തിനാണ് വെച്ചിട്ടറിയോ സാജെ? അത് ഇങ്ങക്ക് ഉണ്ടാക്കാൻ അതെന്താ ഇന്ന് ഉണ്ടാക്കുമ്പോ ചിക്കൻ പാല് വെച്ചാണ്ട് ഒരു സൈഡിൽ പാല് തീം വെച്ചിട്ടുണ്ട്. പാലിന്റെ ഈ കുടുക്കണ്ട നിങ്ങള് ഇവിടെ എങ്ങനെ കുടിക്കണം അറിയില്ല. നല്ല മറ്റേ ചട്ടിയാണത്. ഈ പാണ്ടിക്കാലം നമ്മളെ സാധാ ഇവിടുത്തെ കല അല്ല. അല്ല, അത് ചുങ്കത്തറത്തെ പാണ്ടിക്കാല ഐറ്റങ്ങൾ കൊണ്ടുവന്നാണ്. നമുക്ക് ചുങ്കത്തറ പോയി കണ്ട് എന്നാ വരിക. 1 2 3 4 അമ്മായിമ്മയാണ്. 1 2 3 4 5 6 കുറച്ച് മല്ലിപ്പൊടി കിട്ടി. ചിക്കൻ പൊരിയാണ്. ചിക്കൻ പൊരിച്ചാണ്.
യെസ്. അതിന്റെ ആവശ്യമില്ല ഇത് എടുത്തുകൊണ്ട് ചെയ്യാറ് അങ്ങനെയാണ് കാട്ടുക. അങ്ങനെയാണ് ഓളൊക്കെ പഠിക്കുന്നത്. ഓള് ചിക്കൻ പൊരിക്കാണോ? ഓക്ക് ചിക്കൻ പൊരിച്ചതാ സ്പെഷ്യല്. പൂരി റെഡി ആയിട്ടോ. പൂരി റെഡിയായി. അപ്പോൾ ഇത് ഇങ്ങനെ ഇതാണ് കുഴയണ പൂരിയാണ്. അപ്പോൾ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് മാറ്റി ഞാൻ ഇവിടെ ചിക്കൻ കുറച്ച് ബ്രോസ്റ്റ് പൊടി കെട്ടി അത് ഓളുണ്ടാക്കിയാണ്. ബ്രോസ്റ്റ് പൊടിയൊക്കെ ഇട്ട് ഓളെ സ്പെഷ്യലാണ്. അങ്ങനെ കുറച്ച് മസാല നോട്ടെ. മസാല നോട്ടെ അത് വൈകിട്ടോ മസാല ഇക്കിട്. അപ്പം എന്നാൽ ഓളെ അതുകൂടി സമൂസ വേണ്ട. സമൂസ വേണ്ട അല്ലേ? അത് ഞാൻ ഇവിടെ വെച്ചതാണ്. ഇനിയിപ്പോൾ അതായിട്ട് നിൽക്കണ്ട. അപ്പോൾ ഞാൻ അത് തേങ്ങ വറുത്തരച്ച് കണ്ടല്ലോ. നൂൽപുട്ടാണ്. അപ്പോൾ വറുത്തരച്ച് വേണ്ട. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ആള് മാറി ചൂടില്ല. പഠിച്ചത് എക്സ്പീരിയൻസ് ആയില്ലേ? പണ്ടൊക്കെ ചൂടായി, തൊട്ടാ ചൂടായി. പണ്ടൊക്കെ അടുപ്പിട്ട് വരുമ്പോഴത്തിന് പണ്ടൊക്കെ എന്താ അതേമാതിരി അടുക്കളയിൽ എന്താ കല്ലൊക്കെ കറുക്കും. അങ്ങനെയും ഇപ്പൊ കണ്ടത് ഇപ്പോൾ ചൂട് ഇങ്ങനെ വെളിച്ചെടിയിൽ വരെ എടുത്ത് വെക്കും. കല്ലിട്ട് മാതിരിക്കും. അങ്ങനെയാണ്. ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർക്ക് തന്നെ വരില്ലേ? ഞാൻ വരുന്നത് നാട്ടാറിന്റെ കുട്ടികൾ വരുന്നുണ്ട്. അതാണ് ഇതത്. എനിക്ക് ഒന്നും ചെയ്യൂല. അത് കഴിച്ചു. ആകെ കുറേ വലിയതായിട്ട് അറിയണം. മുട്ട ഫ്രൈ ചെയ്യാൻ അങ്ങനെ നമുക്ക് ഈ അടുക്കളയിൽ നിന്ന് പൊതിയിൽ കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ ഇപ്പൊ കറുക്കൂല കൊടുക്കൂല. ഇപ്പൊ കൊടുക്കും. ഇപ്പൊ ഏതായാലും അടുക്കളയിൽ നിന്നിട്ടില്ലെങ്കിൽ കൊടുക്കുക. അടുക്കളയിൽ വന്നിട്ടില്ലെങ്കിൽ തുറക്കും. അടുക്കളയിൽ നിന്നാ കൊടുക്കും. നീ ഉണ്ടാക്കില്ല പാടതേ പോലെ തന്നെ കേൾക്കണ്ടേ. അങ്ങനെ വിളിച്ചത് പട്ടി കിടക്കണു. ഇനി മുളക് പൊടി ഇടണം. കുറച്ച് മല്ലി കുറച്ച് പഠിച്ച് അപ്പം നമുക്ക് ഇതാക്കണേ കസ്കസ് ഇടട്ടോ. ഞാൻ ഉണ്ടാക്കിയതാ. പിന്നെ ഇതാക്കണേ ലെമൺ ജ്യൂസ് ആണ്. ഇതിൽ ഓൾറെഡി ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ അവിടെ എൻ്റെ അടപ്പ് നമ്മളെ അവളെ ചിക്കൻ ബ്രോസ്റ്റ് പൊരിച്ചത്. അതിൽ കുറച്ച് നാരങ്ങയുടെ സൈഡ് വെക്കാം. ഏത് ഇത് നാരങ്ങ വീണ് കഴിക്കാം. നാരങ്ങ ലെമൺ ജ്യൂസും കൂടി ഇരിക്കും. എന്താ ഇവിടെ പോക? ഇതിക്ക് നാരങ്ങ ഉണ്ടോ? ഇതല്ല ജ്യൂസ്. കുഞ്ഞി ഗ്ലാസ് ആണോ? ഇത് പേരക്ക. ചിക്കൻ ഫ്രൈ. നാരങ്ങ കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈയാ മോളെ. പൂരി. അവിടുത്തെ എന്താ നൂൽപുട്ട്. ഈ കറി വേണം. അതിന് കുഞ്ഞ് വേണ്ടിക്കുപ്പ. ഇതിന് മറ്റേ കുഞ്ഞു ഗ്ലാസ്സില്ലേ? അത് ഇത് പറഞ്ഞ പോലെ അങ്ങനെ മതി. ഇത് കുടിച്ച് കഴിഞ്ഞപ്പോ അത് പറഞ്ഞ പോലെ ഇവിടുത്തെ സ്ഥലമില്ലാത്തോട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ചിക്കൻ കറി. ഓക്കെ. പത്തരേ ഉള്ളൂ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. നൂൽപുട്ടും പൂരിയാണ്. ചപ്പാത്തി പൂരി. അതെ, ഗോതമ്പ് പൂരി. ഇന്ന് ഞങ്ങൾക്ക്
ചിക്കൻ കറി, നൂൽപുട്ട്, പിന്നെ നല്ല പൂരി കേട്ടോ. പൂരി പിന്നെ ഇതാക്കുന്ന ഇതിൽ ജ്യൂസ് നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ജ്യൂസ് തന്നെ. കത്തക്ക ജ്യൂസ്, പിന്നെ പേരക്കൻ്റെ ജ്യൂസ്, ലൈമ്, പിന്നെ ഫ്രൂട്ട്സ്. അപ്പം നോമ്പ് ഭാഗം കൊടുത്തിട്ടാണ്. നോമ്പ് തുറക്കട്ടെ. നിങ്ങൾ അത് പറഞ്ഞോളൂ, രസം ഉണ്ടാക്കുന്ന പറഞ്ഞോളൂ. നൂൽപുട്ടും ചിക്കൻ കറിയാണ്. പത്തിരി 3 ദിവസം ഉണ്ടാക്കി. ചിക്കൻ കറി കണ്ടുന്നൊക്കെ കറി നേരത്തെ ഞാൻ ഉണ്ടാക്കി അത്ര പോരാ. ഇല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഞാൻ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കുറച്ച് ബെൽ ബട്ടൺ ഇടണം. അടിച്ചാൽ മതി പോവാട്ടോ. ചായ ഉള്ളത് നല്ല ചായ ഉണ്ടോ, ആവി പാറണി. ബൈ ബൈ.